കോഴിക്കോട് ന്യൂ പാളയം മാർക്കറ്റ് കെട്ടിടത്തിൽ ചോർച്ച. കോടികൾ മുടക്കി നിർമ്മിച്ച സമുച്ചയത്തിലാണ് പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപേ ചോർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ് തിരക്കിട്ട ന്യൂ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ബൃഹത് പദ്ധതി എന്നാണ് ന്യൂ പാളയം മാർക്കറ്റിനെ മാറി മാറി വന്ന കോർപ്പറേഷനുകൾ വിശദീകരിച്ചിരുന്നത്. ഉദ്ഘാടനം നടത്തിയിട്ട് 6 മാസം പിന്നിടുകയാണ്. ഒക്ടോബർ 21-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വ്യാപാര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കിയത്. പക്ഷേ പാളയത്ത് നിന്നുള്ള ഒരു കടകൾ പോലും ഇങ്ങോട്ടേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിനൊപ്പം തന്നെയാണ് ഈ വേനൽ മഴ പെയ്ത സമയത്ത് തന്നെ ഇത്രയും 100 കോടിയോളം രൂപ നിർമ്മിച്ചാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. അന്തിമമായിട്ടില്ല. നിർമ്മാണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഈ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ചോർച്ചയും പല സ്ഥലങ്ങളിലായി കണ്ടെത്തിയിട്ടുള്ളത്. മുകളിൽ ഉള്ളത് ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൻ്റെ താഴ്ഭാഗത്തായി വരുന്ന സ്ഥലങ്ങളിലാണ് വിവിധ ഇടങ്ങളിലായി ചോർച്ച കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് വലിയ രീതിയിൽ തന്നെയാണ് വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങുക എന്ന രീതിയിലല്ല, ചോരുന്ന രീതിയിൽ തന്നെ താഴേക്ക് വലിയ അളവിൽ വന്നു എന്നതാണ്. ആ സ്ഥലങ്ങളൊക്കെയാണ് തിരിച്ചറിഞ്ഞ് സ്പോട്ടിൽ കണ്ടെത്തി അതിനുള്ള ചോർച്ച അടയ്ക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് സ്ക്രൂ പോലെയുള്ള സാധനങ്ങൾ അടിച്ച് താഴ്ത്തി പിന്നീട് അവിടെ പ്ലാസ്റ്ററിങ് നടത്തുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തേതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ ഈ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോർച്ച രൂപപ്പെട്ടു എന്നത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ UDFിൻ്റെ നേതാവാണ്, കക്ഷി നേതാവാണ്. വലിയൊരു പദ്ധതിയാണ്, ഒന്നും ആകാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ മഴ പെയ്ത് വേനൽ മഴയെ പെയ്ത് അപ്പോൾ ചോർച്ചയും സംഭവിച്ചിരിക്കുകയാണ്. അല്ല, ഇത് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് കോഴിക്കോട് പാളയം നിലവിലുള്ള മാർക്കറ്റ്, അതിൻ്റെ മുൻവശമുള്ള റോഡിൻ്റെ വീതി തന്നെ കണ്ടാൽ അറിയാം. അവിടെ ആയിരക്കണക്കിന് വാഹനമാണ് കാലത്ത് മുതൽ ഏകദേശം ഒരു 11 മണി വരെ ഹെവി ട്രാഫിക്കാണ്. ഇവിടെ 5 മീറ്റർ താഴെ കുറവുള്ള റോഡാണ് നിൽക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ആവശ്യം ഗതാഗത സൗകര്യം ആദ്യം ഉറപ്പുവരുത്തുക എന്നുള്ള അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ചില വയലേഷൻസ് ഉണ്ട് എന്നാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും അതുപോലെ CRZ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായും സർക്കാരിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പം ഈ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് 6 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ മുകളിലൊക്കെ എറിയുമ്പോൾ പല സ്ഥലത്തും വെള്ളം കെട്ടുന്നു, വെള്ളം കിനിയുന്നു. പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഭാഗങ്ങളിലും ചോർച്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു സതുദ്ദേശത്തോട് നിർമ്മിച്ചതല്ല. എങ്ങനെയെങ്കിലും പാളയം നിലവിലുള്ള മാർക്കറ്റിൽ 5 ഏക്കർ സ്ഥലം കച്ചവടക്കാരെ ഒഴിപ്പിച്ച് ആ സ്ഥലം ചില താല്പര്യ കക്ഷികൾക്ക് കൊടുക്കാനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ മാർക്കറ്റിനെ കാണുന്നത്. കൗൺസിലിൽ ഇത് ഉചിതമായ ചർച്ച നടന്നിട്ടുണ്ടോ? കാര്യമായിട്ട് ഇതിൻ്റെ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ അതുകൊണ്ടാണ്. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ലാത്ത തന്നെ അവരുമായി കാര്യമായിട്ടുള്ള ചർച്ച നടക്കാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇങ്ങനെ കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഒക്ടോബർ 21-ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ കെട്ടിടത്തിലാണ് ഇങ്ങനെയൊരു അവസ്ഥയുള്ളത്. ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.